എല്ലാവർക്കും നമസ്കാരം. ഈ വണ്ടി ഇപ്പോൾ റോഡിന്റെ സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഈ വണ്ടി യു ടേൺ എടുക്കണം. അപ്പോൾ ഇവിടുന്ന് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ യു ടേൺ എടുക്കാം എന്നാണ് പറയുന്നത്. മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, 1 മിനിറ്റിൽ താഴെയുള്ള ഷോർട്ട് ഡ്രൈവിംഗ് ടിപ്സ് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സജീഷ് ഗോവിന്ദൻ എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാറുമായി ബന്ധപ്പെട്ട മറ്റുള്ള പ്രോഡക്റ്റുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ പ്രോഡക്റ്റ് റിവ്യൂ യൂട്യൂബ് ചാനലായ സ്പെഷ്യലായി ബൈ സജീഷ് ഗോവിന്ദൻ കാണുക. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ആളുകൾക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സജീഷ് ഗോവിന്ദൻ. നമ്മളെപ്പോഴും യു ടേൺ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ള വണ്ടികൾക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിലായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ചില ആളുകൾ മറ്റുള്ള വണ്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടാക്കിയിട്ട് യു ടേൺ എടുക്കുന്ന കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് മാക്സിമം റോഡിലേക്ക് കയറ്റി എടുക്കരുത്. അതായത് ഇപ്പോൾ റൈറ്റിലേക്ക് നമുക്ക് ഇവിടുന്ന് എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ട്രാക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അതായത് സെന്റർ ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെന്റർ ലൈനിന് അപ്പുറത്തേക്ക് പോവാത്ത രീതിയിൽ, കൂടുതൽ പോവാത്ത രീതിയിൽ നമ്മൾ തിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് ഞാനിപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഞാൻ ഇവിടുന്ന് ഫസ്റ്റ് ഗിയർ ആക്കിയിട്ട് ആദ്യം ചെയ്യുന്നത് റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ട് ഞാൻ ഇതാ സ്റ്റിയറിംഗ് തിരിക്കുന്നു. നിങ്ങൾ നോക്കുക, സ്റ്റിയറിംഗ് തിരിച്ച് എടുക്കുന്ന സമയത്ത് ബാക്കിൽ നിന്നും മുമ്പിൽ നിന്നൊക്കെ വണ്ടി വരുന്നുണ്ടോ നോക്കണം. ഇപ്പോൾ ഇതേ ഒരു വണ്ടി ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്ലോ ആക്കിയത്. വണ്ടി ഇല്ല എന്ന് ഉറപ്പ് വരുത്തി ഞാൻ സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് റൈറ്റിലേക്ക് തിരിക്കുന്നു. നിങ്ങൾ നോക്കുക, സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് റൈറ്റിലേക്ക് തിരിച്ചുകൊണ്ട് വണ്ടി മുന്നോട്ടേക്ക് എടുത്തു. ഇതാ പതിയെ മുന്നോട്ടേക്ക് എടുക്കുന്നു. വണ്ടി ബാക്കിൽ നിന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തി വണ്ടി ഇതാ പതിയെ മുന്നോട്ടേക്ക് എടുക്കുന്നു. നിങ്ങൾ നോക്കിയേ, ഇതാ ഞാനിപ്പോൾ അധികം മുന്നോട്ടേക്ക് എടുക്കുന്നില്ല. ആ സെന്റർ ലൈനിന് അടുപ്പിച്ചിട്ട് ആ ഒരു ടയർ വരുന്ന രീതിയിലാണ് ഞാനിപ്പോൾ എടുത്തത്. ഇത്ര മാത്രം എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാ മറ്റേ ലൈനിലൂടെ അല്ലെങ്കിൽ ആ ഒരു വഴിയിലൂടെ വണ്ടികൾ വരുന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സ്പേസ് ഇവിടെ കൊടുക്കുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, റിവേഴ്സ് ഗിയർ ആക്കുന്നു. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, അങ്ങനെ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞാൻ ഇനി ഓപ്പോസിറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് തിരിച്ചിട്ട് പതിയെ വണ്ടി ബാക്കിലേക്ക് എടുക്കുന്നു. നിങ്ങൾ നോക്കുക, ഏതാ പതിയെ ബാക്കിലേക്ക് എടുക്കുന്നു. ഓക്കെ, പതിയെ ബാക്കിലേക്ക് എടുക്കുന്നു. പതിയെ ഞാൻ ബാക്കിലേക്ക് എടുത്തു. ബാക്കിലേക്ക് എടുക്കുന്ന സമയത്ത് ഇതാ ഈ ഒരു മിറർ കൃത്യമായിട്ട് നോക്കണം. ബാക്ക് എവിടെയും ടച്ചായി പോകരുത്. ടച്ചായി പോകാതിരിക്കാൻ മിറർ നോക്കുക. മിറർ നോക്കിയിട്ട് ഇനി ഞാൻ എന്ത് ചെയ്യണം, ഇനി ഞാൻ വീണ്ടും ഫസ്റ്റ് ഗിയർ ആക്കി. നോക്കിയാൽ നിങ്ങൾ വീണ്ടും ഫസ്റ്റ് ഗിയർ ആക്കിയിട്ട് സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഓടിക്കുന്നു. അതായത് വലത് സൈഡിലേക്ക് ഓടിക്കുന്നു. വലത് സൈഡിലേക്ക് ഓടിച്ച് ഞാൻ മുന്നോട്ടേക്ക് എടുക്കുന്നില്ല, ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. കാരണം ഒരു വണ്ടി വരുന്നുണ്ട്. ഈ വണ്ടി കൃത്യമായിട്ട് പോകുന്നുണ്ട്, കണ്ടില്ലേ? കാരണം എന്താ, ഞാൻ ഫുള്ള് ബ്ലോക്ക് ചെയ്തിട്ടില്ല, ബ്ലോക്ക് ചെയ്യാതെയാണ് എടുത്തത്. അതുകൊണ്ടാണ് ആ വണ്ടിക്കൊക്കെ പോകാൻ പറ്റിയത്, കണ്ടില്ലേ? ഞാനിത് പതിയെ റൈറ്റിലേക്ക് ചേർത്തെടുക്കുന്നു. ഇവിടുന്ന് ഞാനിതാ പെട്ടെന്ന് വണ്ടി എടുത്തു സ്റ്റഡിയാക്കി, കണ്ടില്ലേ? സ്റ്റിയറിംഗ് സ്റ്റഡിയാക്കി, ഇപ്പോൾ ലെവലായി, റോഡിൽ ലെവലായി. ഇതുപോലെ ആയിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വേറെ വണ്ടിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമുക്ക് വളരെ സാവകാശം എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. രണ്ടാമത് എടുക്കുന്ന സമയത്ത് ആദ്യം ഞാൻ പറഞ്ഞു, ഒന്ന് മുമ്പോട്ടേക്ക് എടുക്കുക, പിന്നീട് റിവേഴ്സ് എടുത്തു, പിന്നീട് മുമ്പോട്ടേക്ക് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് എടുക്കുക. നിങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള വണ്ടികൾക്ക് ബുദ്ധിമുട്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു തരത്തിൽ നിങ്ങൾക്ക് എടുത്ത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ നിങ്ങൾ, സംഭവം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാം. ഇനി നമുക്കിത് ഇവിടുന്ന് റൈറ്റിലേക്കാണ് പോകേണ്ടത്. ഞാനിത് റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ട് ഇതാ ഇവിടം വരെ എത്തിയിട്ട് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ഇവിടെ ഒരു സെന്ററിൽ ഒരു വീപ്പ വെച്ചിട്ടുണ്ട്, സെന്റർ ഏകദേശം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മൾ നിർത്തിയിട്ട് നോക്കുക, രണ്ട് സൈഡിൽ നിന്ന് വണ്ടി ഉണ്ടോ നോക്കുക. കണ്ടില്ലേ, ഇപ്പോൾ വണ്ടി വരുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന്. അപ്പോൾ വെയിറ്റ് ചെയ്യുന്നു. ഇനിയിപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് നോക്കുക നിങ്ങൾ, റൈറ്റ് സൈഡിൽ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ട്, വെയിറ്റ് ചെയ്യുന്നു. ആ വണ്ടി പോയതിന് ശേഷം നമുക്ക് വളരെ ഈസി ആയിട്ട് എടുക്കാം. ഇൻഡിക്കേറ്റർ കറക്റ്റായിട്ട് കൊടുത്തിരിക്കണം. കണ്ടില്ലേ, ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്. കുറച്ച് മുമ്പോട്ടേക്ക് പോയതിന് ശേഷം സ്റ്റിയറിംഗ് ഇതാ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കുന്നു. കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് വണ്ടി മുമ്പോട്ടേക്ക് എടുക്കാം. ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഗിയർ ആക്കി, സെക്കൻഡ് ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വണ്ടി എടുക്കാവുന്നതാണ്. നിങ്ങൾ ഇതേപോലെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക. വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാവുന്ന ശുഭ പ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.